24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുള്ള 100 വീട് ഭവന പദ്ധതിയുടെ എറണാകുളം ജില്ലയിലെ ആദ്യ വീടിന്റെ താക്കോൽ ദാനം നടക്കുകയാണ്. എറണാകുളം പറവൂർ സ്വദേശി ബാബുവിനാണ് താക്കോൽ കൈമാറുന്നത്. YS അഭിനന്ദ് വിവരങ്ങൾ വച്ചിരുന്നു. അഭിനന്ദ്, ഒരാൾക്കൊരു കിടപ്പാടം കിട്ടുക, നമ്മളെല്ലാവരും അതിനൊക്കെ ഒരു നിമിത്തമാവുക എന്നൊക്കെ പറയുന്ന വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്ന കാര്യമാണ്. ചടങ്ങുകൾ തുടങ്ങിയോ? ഹാഷ്മി, തീർച്ചയായിട്ടും ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ താക്കോൽ ദാനത്തിന് വേണ്ടിയിട്ട് 24-ന്റെ എഡിറ്റർ ഇൻചാർജ് BP ജെയിംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. തന്നെ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ പ്രതിനിധി വിനോദ്, ഒപ്പം കാക്കനാട് രാജഗിരി സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട NSS യൂണിറ്റ് കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലേക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. എറണാകുളം ജില്ലയിലെ ആദ്യത്തെ വീടാണ് ഇത്തരത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എറണാകുളം പറവൂർ സ്വദേശിയായിട്ടുള്ള ബാബുവിനാണ് ഇത്തരത്തിലേക്ക് നമ്മൾ വീട് നൽകുന്നത്. 100 വീട് എന്നുള്ള ഭവന പദ്ധതി ഇതിനോടകം തന്നെ സംസ്ഥാന വ്യാപകമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ വീടാണ് നൽകുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. സന്തോഷം, തീർച്ചയായിട്ടും. ഈ സ്വപ്ന ഭവനം എനിക്ക് സമ്മാനിച്ച ചിറ്റലപ്പള്ളിക്കും 24-നും രാജഗിരിക്കും എൻ്റെ വിനീതമായി നമസ്കാരം, നന്ദി. താക്കോൽദാനം നടത്തുന്ന 24-ന്റെ എഡിറ്റർ ഇൻചാർജ് BP ജെയിംസ് ആണ്. സാറേ, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പം പലയിടത്തും ഉണ്ട്. അല്ല, ഇതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 24 കണക്റ്റ് ഇത്തവണ 3ാമത്തെ വീടാണ് നമ്മൾ കൊടുക്കുന്നത്. 3ാമത്തെ വീടിൻ്റെ ഇതിൽ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് അവിടുത്തെ NSS യൂണിറ്റ് കൂടി നമ്മുടെ കൂടെ ഇത് ചെയ്യുന്നതാണ്. അതുപോലെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്ന് അവിടെ ഡയറക്ടറായിട്ടുള്ള ശ്രീ വിനോദുണ്ട്, അതുപോലെ മാനേജറായിട്ടുള്ള ശ്രീ ദീപക്കുണ്ട്, പിന്നെ സോഷ്യൽ സയൻസസിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ സാജു ഉണ്ട്, റവന്യൂ ഫാദർ, ഒപ്പം തന്നെ ഡോക്ടർ ജിജി ജോർജ് അടക്കമുള്ള ഒരുപാട്, പിന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വളരെ സന്തോഷകരമായിട്ട് ബാബുവിനെ കുറിച്ച് പറഞ്ഞു. ബാബു പരിമിതികളെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ബാബുവിനും കുടുംബത്തിനും നമ്മൾ നൽകുന്ന ഒരു പിന്തുണയാണ്. കണ്ണൂരിൽ കൊടുത്തു, കോഴിക്കോട് വീട് നൽകി, ഇപ്പോൾ എറണാകുളത്തെ ആദ്യത്തെ വീടാണ്. 100ഓളം വീടുകൾ പല ജില്ലകളിലായിട്ട് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കാശ്മീർ പരിമിതികളെ അതിജീവിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്ക് 24-ന്റെയും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെയും കൈത്താങ്ങാണ്. അതിന്റെ താക്കോൽദാന ചടങ്ങാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. ഹാഷ്മി. ഓക്കെ, 24 കണക്റ്റും കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുള്ള 100 വീട് ഭവന പദ്ധതിയാണ്. അതിന് എറണാകുളം ജില്ല ആദ്യത്തെ വീടിന് താക്കോൽദാനം നടക്കുകയാണ്. എറണാകുളം പറവൂർ സ്വദേശി ബാബുവിനാണ് BP ജെയിംസ് സാർ താക്കോൽ കൈമാറിക്കൊണ്ട് ആ താക്കോൽദാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു കിടപ്പാടം കൊടുക്കലാണ്. ആ കിടപ്പാടം കൊടുക്കൽ ചടങ്ങ് ഇപ്പോൾ വളരെ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ, വളരെ ചാരിതാർത്ഥ്യജനകമായ അന്തരീക്ഷത്തിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്റ്റ് സംയുക്ത സംരംഭം ഈ പറയുന്ന 100 വീട് ഭവന പദ്ധതി അങ്ങനെ വളരെ വിജയകരമായി തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. പല സ്ഥലങ്ങളിൽ അങ്ങേയറ്റം നിർധനരായ, അങ്ങേയറ്റം ഒരു കിടപ്പാടത്തിൻ്റെ ഒരു കൂരയുടെ ആവശ്യം അങ്ങേയറ്റമുള്ള കുറേയധികം മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ മഹത്തായ സങ്കല്പം. ആ മഹത്തായ സങ്കല്പം അങ്ങ് മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ള ആദ്യ വീടിൻ്റെ താക്കോൽദാനമാണ് ഇതിപ്പോൾ നടക്കുന്നത്. നമ്മൾ കോഴിക്കോട് ഒരു വീടിൻ്റെ താക്കോൽദാനമാണ് ഇതിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ എറണാകുളം ജില്ലയിലെ ആദ്യ വീടിൻ്റെ താക്കോൽദാനം ഇപ്പോൾ നടക്കുന്നു. അതിനുള്ളിലേക്ക് അവർ ആ വീടിനുള്ളിലേക്ക് കയറുന്നു. എറണാകുളം പറവൂർ സ്വദേശി ബാബുവിനാണ് ഈ താക്കോൽ ഇപ്പോൾ കൈമാറുന്നത്. പല സ്ഥലങ്ങളിലായി ഇപ്പോഴും ആ 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി 100 വീടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 100 മനുഷ്യർക്ക്, 100 അങ്ങേയറ്റം നിർധനരായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ കയറി കിടക്കാനൊരു കൂര, ഒരു നിവൃത്തിയുമില്ലാത്ത 100 മനുഷ്യർക്ക് 100 സ്ഥലങ്ങളിലായി വീടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ആദ്യ വീട് അതിന് താക്കോൽദാന കർമ്മം കഴിഞ്ഞത്. അതിനുള്ളിലേക്ക് ആ കുടുംബം കയറുന്നു. സമാധാനവും ഐശ്വര്യവും സമാധാനപൂർണ്ണമായൊരു ജീവിതം ആ വീട്ടിൽ ആ കുടുംബത്തിന് സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്.